ആണ്. അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലപിക്കാൻ വേണ്ടി കർത്താവിന്റെ ദാസൻ ലൈനിൽ കടന്നു വന്നിട്ടുണ്ടല്ലോ. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷകളോടുകൂടി ദിവസങ്ങളിലായിരിക്കുമ്പോൾ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ബ്രദർ ബീവറീസിനെ ഒക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ക്ഷണിച്ചോളൂ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ അവൻ ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ അവൻ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ, നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ, കരുതിയ കരുതൽ നനച്ചിടുമ്പോൾ, സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം സ്തുതിക്കും. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മുടെ പ്രയർ ലൈനിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് കേട്ട ഗാനം എന്ന് പറയുന്നത് ഈ വിഷയങ്ങളുടെ എല്ലാം നടുവിൽ വിഷയങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് ഞാൻ അവതരിപ്പിച്ചു തൊട്ട് മുമ്പ്. എന്നാൽ അതിന്റെ എല്ലാ നടുവിൽ നമ്മുടെ ദൈവം ഉന്നതനായിട്ട് വസിക്കുന്നു, അത്യുന്നതനായ എല്ലാറ്റിന്റെ മുകളിൽ അവൻ വസിക്കുന്നു എന്നുള്ള ആ ഉറപ്പ് നമുക്ക് നൽകുന്ന പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരു ഗാനമാണല്ലോ ഇടയായി തീർന്നത്. ഗാനം ആലപിച്ച കർത്താവ് കുടുംബത്തിന് നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നൽകിയ താലന്തുകൾ, കൃപകൾ ദൈവനാമത്തിന് വേണ്ടി 2017 ശക്തമായിട്ട് ഉപയോഗിക്കപ്പെടുവാൻ അവസരങ്ങളെ കർത്താവ് ഒരുക്കി സഹായിക്കട്ടെ. പ്രയർ ലൈനിൽ കിടന്നു വന്ന് സഹായിച്ച എല്ലാത്തിനും നന്ദി അർപ്പിക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് നമ്മുടെ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുകയാണ് ഇന്ന് രാത്രി കാലം നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് കർത്താവദാസൻ പക്ഷേ എബ്രഹാം മാത്യു ആണ്. ചില നാളുകൾക്ക് മുമ്പ് താൻ ബാംഗ്ലൂരിൽ നിന്നും ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കണം ഇടയായി തീർന്നു. ഇപ്പോൾ താൻ ഈ രാജ്യത്തിലൂടെ സന്ദർശനാർത്ഥം കടന്നു വന്നിട്ടുണ്ട്. താൻ ഇപ്പോൾ ഫ്ലോറിഡയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രികാലം വീണ്ടും താൻ നമ്മുടെ ദൈവവചനം പങ്കുവെക്കുന്നത്. കർത്താവദാസനെ ഓർത്ത്, തന്റെ ശുശ്രൂഷയെ ഓർത്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലോളമായി ദൈവിക ശുശ്രൂഷയിൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ICPF സ്റ്റാഫ് വർക്കറായിട്ട് അവർ രണ്ടുപേരും ധാരാളം വർഷങ്ങൾ ശുശ്രൂഷിച്ചു. അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ തക്കണം കർത്താവ് അവരെ ഇടയാക്കി. അനേക കുഞ്ഞുങ്ങൾക്ക് ഉത്ബോധം ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മുടെ ഇടയിൽ നമുക്കറിയാമല്ലോ, അനേക തലമുറകൾ വഴിവിട്ടുപോകാൻ സാധ്യതയുള്ള ആ ഒരു ഏരിയയിൽ പ്രവർത്തിച്ചവരെ ദിശാബോധമുള്ളവരാക്കി മാറ്റുവാൻ
അവർക്ക് കർത്താവ് സഹായിച്ചു. അതിനുശേഷം പാസ്റ്റർ മിനിസ്റ്ററിലേക്ക് തിരിഞ്ഞു. എറണാകുളത്തും ബാംഗ്ലൂരിലും ഒക്കെ ആയിട്ട് ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ തന്നെ ഹൂബ്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവീയ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. രണ്ടുപേരും കർത്താവിന് വേണ്ടി വളരെയധികം പ്രയോജനപ്പെടുന്ന വ്യക്തികളാണ്. തന്റെ ജീവിത പങ്കാളി ഫാമിലി ആൻഡ് മാരേജ് കൗൺസിലിംഗിൽ വളരെ അറിയപ്പെടുന്ന ഒരാളും, ഇവൻ കേരളത്തിലായിരുന്നപ്പോൾ കേരള ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ള ഒരു കൗൺസിലറുടെയായിരുന്നു. അതുപോലെ ചിൽഡ്രൻസ് മിനിസ്ട്രിയിലെ VBS താൻ വളരെയധികം ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ രണ്ടുപേരും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ വളരെയധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ഈ 2017 ഈ പ്രയർ ലൈനിന്റെ ആദ്യത്തെ മെസ്സേജാണ്, നമ്മുടെ ഈ സെഷനിലെ ആദ്യത്തെ മെസ്സേജ് ആണല്ലോ. അത് വളരെ അനുഗ്രഹകരമായി തീരുവാൻ തക്കണം നമുക്ക് ദൈവത്തിന് പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 2017 നമ്മൾ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന നിമിഷങ്ങളായി മാറാൻ വളരെ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ദിവസങ്ങളിലായിരിക്കുമ്പോൾ കർത്താവ് ദാസൻ പാസ്റ്റർ എബ്രഹാം മാത്യുവിനെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ട്നേഴ്സിന്റെ നാമത്തിൽ ക്ഷണിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ പരിചയപ്പെടുത്തിയ പ്രിയ പാസ്റ്റർ ജി ഫിലിപ്പിനോടുള്ള നന്ദിയെ പ്രകാശിപ്പിക്കുന്നു. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്ലഹോമ പ്രയർ ലൈനിലൂടെ ദൈവവചനം കേൾക്കുകയും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർണാടകയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി വളരെയധികം കഴിയുന്ന അല്ലെങ്കിൽ ആവശ്യമായിരിക്കുന്ന വ്യക്തികളുടെ ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് നോർത്തേൺ കർണാടക എന്ന് പറയുന്ന സ്ഥലങ്ങൾ, ബാംഗ്ലൂർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം സഭകളുണ്ട്. നമ്മളെ മലയാള സഭകളും ഇംഗ്ലീഷ് സഭകളുമായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അനുഗ്രഹിക്കപ്പെട്ട സഭകൾ, IPCയുടെ അനുഗ്രഹിക്കപ്പെട്ട സഭകൾ, ഇൻഡിപെൻഡന്റ് ചർച്ചസ്, അങ്ങനെ ധാരാളം ക്രൈസ്തവ സംഘടനകളുടെ ഒരു ശക്തി കേന്ദ്രമാണ് ബാംഗ്ലൂർ പട്ടണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാം വേദപുസ്തകം നമ്മൾ വായിച്ച് തുറന്നു നോക്കുമ്പോൾ ആദ്യം ആരോ തമാശ പറഞ്ഞിട്ടുള്ളത് പോലെ മഹാത്മാഗാന്ധിയുടെ പേര് എൻ്റെ ബൈബിളിനകത്തുണ്ടെന്ന് പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി സ്ട്രീറ്റ് ബാംഗ്ലൂർ എന്നാണ് കാണുന്നത്. അപ്പോൾ ബാംഗ്ലൂർ പട്ടണം ബൈബിൾ സൊസൈറ്റിയുടെയും മറ്റ് ഇതര ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെയും ഒരു കേന്ദ്രമാണ്. അങ്ങനെ കേന്ദ്രമായി തീരുവാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. പെന്തക്കോസ്തിന്റെ സത്യങ്ങളും അല്ലെങ്കിൽ സുവിശേഷ സത്യങ്ങൾ കർണാടകയിൽ പ്രചരിക്കുവാൻ തുടങ്ങിയ അവസരത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ ക്രൈസ്തവ മിഷണറിമാരെ പ്രത്യേകിച്ച് ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് കുടിയേറി പാർക്കുകയും കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഇത്രയും ക്രൈസ്തവ സഭകൾ ബാംഗ്ലൂർ പട്ടണത്തിലുണ്ടായത്. എന്നാൽ കർണാടകയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വളരെ ടഫായിട്ടുള്ള സ്ഥലമാണ്, വളരെ അന്ധകാര ശക്തിയുള്ള സ്ഥലമാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ കഴിയാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ദേവദാസി സിസ്റ്റം ഇങ്ങേറ്റം വന്ന് ഞാൻ പബ്ലിക്കിൽ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നില്ല, എനിക്കറിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം പൈശാചിക പോരാട്ടങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് കർണാടകയിലുള്ളത്. പ്രത്യേകിച്ച് ഹൂബ്ലി ധാർവാഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയി പ്രവർത്തിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വിഗ്രഹാരാധനയ്ക്കെതിരായി പറയുന്ന ഹിന്ദുക്കളെ പോലും വെടിവെച്ച് കൊല്ലുകയും അവരുടെ തല അറുത്തുകൊണ്ടു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ കർണാടകയിൽ അടുത്ത സമയത്തുണ്ടായ ഏറ്റവും വലിയ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളതെല്ലാം ഈ ധാർവാഡ് ഹൂബ്ലി ഏരിയയാണ്. അത്രയും പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് ഈ പെർസിക്യൂട്ടഡ് ചർച്ചസിന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന ലൈനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ദൈവത്തിന് നന്ദിയോടെ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും വളരെ അത്യാവശ്യമായിരിക്കുന്നു, ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിരിക്കുന്നു. ഞാൻ ഹൂബ്ലി പട്ടണത്തിൽ ഒരു സഭ തുടങ്ങി. അത് ഏകദേശം 1 വർഷം കൊണ്ട് 40ഓളം വിശ്വാസികളായി. അതിനുശേഷമായിട്ട് അതിൻ്റെ സറൗണ്ടിങ്സിലായിട്ട് നമ്മൾ സാറ്റലൈറ്റ് ചർച്ചസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള സഭകളിൽ പ്രവർത്തിക്കുന്ന അവിടുത്തുകാരായ ആളുകളുണ്ട്. വളരെ പീഡനത്തിലും വളരെ കഷ്ടത്തിലും വളരെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലും നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾ, അവരെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആദ്യമായി അപേക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം ജനുവരി മാസം 8, 9, 10 തീയതികൾ ഞാൻ വില്ലേജിലായിരുന്നു. ആ വില്ലേജ് സമയത്ത് അവിടെ പോയ പടങ്ങൾ, അവരുമായിട്ടെടുത്ത പിക്ചറുകളൊക്കെ നിങ്ങൾ കണ്ടാൽ വളരെ സങ്കടകരമായ ജീവിതശൈലിയാണ് അവിടെയുള്ള മനുഷ്യർക്കുള്ളത്. ഞാൻ ഒരു നൊമാഡിക്കായിട്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്ന നൊമാഡിക്കിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്ററുടെ കൂടെ പോയി. രാത്രിയിൽ അവർക്ക് പ്രാർത്ഥന നടത്തുന്ന വെളിയില്ല. ഞാൻ ഭയന്നാണ് ഇരുന്നത്. ഒരു അമ്പലത്തിന്റെ മുൻവശത്തായിരുന്നു ആ പ്രാർത്ഥന നടക്കുന്നത്. അപ്പൊ എനിക്ക് വളരെ പേടി തോന്നി. കാരണം ഒരു വെളിച്ചമെന്ന് പറയാൻ അവരുടെ കയ്യിലെ മൊബൈലിനകത്തുള്ള വെളിച്ചമായിട്ടുള്ളത്. പക്ഷെ ആ ജനങ്ങൾ മുട്ടിന്മേലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന കണ്ടപ്പോൾ
ഇത്രയും കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് വിരിച്ചിട്ട് അതേ ഇരുന്ന് മുട്ടിന്മേൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുട്ടിന്മേൽ നിന്ന് ആരാധിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ ആത്മീയ തീഷ്ണതകളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹൂബിളിയിലെ കാര്യം പറയാനല്ലോ ഈ അവസരം ഉപയോഗിക്കേണ്ടത്. ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് ഞാൻ പ്രസംഗിച്ച വേദഭാഗം എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാം അധ്യായത്തിന്റെ 36-ാം വാക്യമാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ജനമൊക്കെയും നന്നായി നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ എന്നുള്ള ഭാഗമായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിച്ചത്. അതിൽ നിന്ന് ഞാൻ പ്രധാനമായി പറഞ്ഞത് യവനായ പശ്ചാത്തലത്തെയും യഹൂദ പശ്ചാത്തലത്തിന്റെയും സാമ്രാജ്യ ശക്തിയുടെയും ഒക്കെയും ശക്തികളെ ഇളക്കുന്ന നാമത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ശക്തി എന്താണെന്നായിരുന്നു അന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞ കാര്യം ഇതായിരുന്നു: യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിക്കും അതിൽ പീഡനങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. ക്രൈസ്തവ സഭ പീഡനങ്ങളിലൂടെ കടന്നു വന്നതാണ്. കഴിഞ്ഞ 2000-ത്തിലധികം വർഷങ്ങളായിട്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള ജീവിതങ്ങൾ മനുഷ്യരുടെ ഇടയിലൂടെ ക്രിസ്ത്യാനിറ്റി ലോകത്തിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടപ്പോൾ അതിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് ക്രിസ്ത്യാനിറ്റി ലോകത്തിലേക്ക് പ്രചരിച്ചത്. അതുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ കുറിച്ച് ഒരു തോറ്റവരുടെ സംഘടനയെന്നല്ല, അല്ലെങ്കിൽ തോറ്റവരെ ആളുകളാണ് ക്രൈസ്തവരെന്ന് നാം ചിന്തിക്കരുത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ ജയിച്ച കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന മക്കളായിരിക്കുന്ന നാം കർത്താവിന്റെ ശുശ്രൂഷയിൽ വിജയിപ്പിക്കുന്നവരാണ്, തോൽക്കുന്നവരല്ല. ഇന്ന് സന്ധ്യയിൽ ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തി തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 3-ാം അധ്യായത്തിലെ പത്രോസിന്റെ 3-ാമത്തെ പ്രസംഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ അതിൽ 1 മുതലുള്ള അധ്യായങ്ങളുടെ 7 പ്രസംഗങ്ങളാണ് പത്രോസിന്റെ പ്രസംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും അതിപ്രധാനമായ 1-ാം അധ്യായത്തിലെ പ്രസംഗം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഇടയിൽ നിന്ന് ഒരു യൂദ ഒഴിഞ്ഞുപോയ ഒഴിവിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കേണ്ടതിന് വേണ്ടി പത്രോസ് കൂടെയുള്ളവരോട് ആഹ്വാനം ചെയ്ത് അവർ ചീട്ടെടുക്കുന്നതിന് വേണ്ടി പത്രോസ് അവരെ പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധനമാണ്. 2-ാം അധ്യായത്തിലെ പ്രസംഗമാണ്. പ്രസംഗത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ആ കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ്. 3-ാമത്തെ ഹല്ലേലൂയ, ഈ 3-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ഹല്ലേലൂയ ഉള്ള അത്ഭുതത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 1-ാം അധ്യായത്തിൽ വചനം എന്ന് പത്രോസ് വീണ്ടും എടുത്തു പറയുന്നുവെങ്കിൽ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. 3-ാം അധ്യായത്തിൽ അത്ഭുതങ്ങളെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അത്ഭുതം പ്രതീക്ഷിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ വർഷവും ദൈവമേ വലിയ അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു കുടുംബം എന്ന നിലയിലോ സഭ എന്ന നിലയിലോ നാം അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നു. രാജ്യങ്ങളോടുള്ള ബന്ധത്തിലും ദൈവപ്രവൃത്തിയുടെ അത്ഭുതങ്ങളെ നാം പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ അത്ഭുതം നടക്കണമെങ്കിൽ ഹല്ലേലൂയ 7 കാര്യങ്ങൾ ഹല്ലേലൂയ ഈ അധ്യായത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ അതിപ്രധാനമായ 1-ാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ പറഞ്ഞപ്പോൾ പ്രതിപാദിച്ച കാര്യങ്ങളിലൊന്നാണ് യൂണിറ്റി എന്ന് പറയുന്നത്. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 2017 നാം ഹൃദയൈക്യതയോടുകൂടെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ അത്ഭുതങ്ങൾ നടക്കും. 3-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഒരിക്കൽ പത്രോസ് യോഹന്നാനും 9-ാം മണി നേരത്തെ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് പോയി. അല്ലെങ്കിൽ അവർ ആരൊക്കെ പോയി? പത്രോസ് യോഹന്നാനും ഒന്നിച്ചു പോയി. ഇന്നത്തെ ക്രൈസ്തവ സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ഒരു പ്രസ്ഥാനത്ത് നിൽക്കുന്നവരാണെങ്കിൽ പോലും 2 പേർക്ക് ഒരുമനപ്പെടുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രസിഡന്റ് വഴിക്കാണെങ്കിൽ സെക്രട്ടറിയുടെ വഴിക്കാണ്, ട്രഷററുടെ വഴിക്കാണ്. വളരെയധികം അന്യോന്യം ബഹുമാനം നഷ്ടപ്പെട്ട് ഒരു അപ്പസ്തോലിക ശുശ്രൂഷയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കാതെ അതിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സഭയെയും സഭ പ്രസ്ഥാനങ്ങളെയും ഉപയോഗിച്ച് അതിന്റെ ക്രൈസ്തവ സഭാ നേതൃത്വം തന്നെ വളരെയധികം പിന്നോക്കാവസ്ഥയിലേക്ക് പോയ ഒരു കാലഘട്ടമാണ്. എങ്ങനെയും എനിക്കൊരു സ്ഥാനം വേണമെന്നുള്ള ചിന്ത മനുഷ്യരുടെ മനസ്സിൽ കടന്നുകൂടുന്നത് കൊണ്ട്
വളരെയധികം സഭയിൽ ജീർണതയിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് കണ്ണടച്ച് ഞാൻ അടച്ചില്ല അവരെ അധിക്ഷേപിക്കുക അയച്ചുകൊണ്ട് പറയുന്നതല്ല, മനോവേദനയോടുകൂടെ തന്നെയാണ് ഇത് പറയുന്നത്. എനിക്ക് എൻ്റെ പ്രത്യേകമായ ചിന്ത, അങ്ങനെ ക്രൈസ്തവ സഭയിലുണ്ടാകുന്ന ഈ ജീർണതകൾക്കെതിരെ പ്രതികരിക്കാൻ എനിക്ക് ശക്തിയില്ല. പ്രതികരിച്ചാൽ കാരണം നമ്മൾ പുറത്തു പോകും. അതുകൊണ്ട് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്കൊക്കെയും പലപ്പോഴും പ്രതികരിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത്, ഞാൻ വിമർശനങ്ങൾ പറയാൻ ഞാൻ വേഗത്തിൽ വായിച്ചു. പത്രോസ് യോഹന്നാനും അവർ പ്രാർത്ഥനാ സമയത്ത് ഒരുമനപ്പെട്ടു പോയി. അപ്പോസ്തലപ്രവൃത്തി 1:6-15, 2:1 എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു എന്ന് പറയും. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഐക്യതയാണ് ആ കുടുംബത്തിന്റെ മക്കളുടെ സുരക്ഷിത ബോധം ഉണ്ടാക്കുന്നത്. അപ്പനും അമ്മയും തമ്മിൽ കലഹിക്കുന്ന കുടുംബങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന കാരണം കൊണ്ട് മക്കളുടെ മുമ്പിൽ വെച്ച് കലഹിക്കുന്ന മാതാപിതാക്കൾ തലമുറകളെ നശിപ്പിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നാം കുടുംബത്തിൽ ഐക്യമത്യപ്പെട്ട് കഴിയുമ്പോൾ കുടുംബത്തിന്റെ ഭദ്രത ഉണ്ടാകുന്നു. ഒരു സഭയിലെ ജനങ്ങൾ തമ്മിൽ ഐക്യമത്യപ്പെടുമ്പോൾ സഭയ്ക്ക് ഭദ്രതയുണ്ടാകുന്നു. ക്രിസ്ത്യാനികൾ ഒന്നിച്ച് ഐക്യമത്യപ്പെടുമ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് ഭദ്രതയുണ്ടാകുന്നു. അങ്ങനെയുണ്ടെങ്കിൽ പത്രോസ് യോഹന്നാനും 9 പ്രാർത്ഥനാ സമയത്ത് അവർ ഇരുവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥനാ സമയത്തേക്ക് പോവുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 4:24, 32, 33, 5:12 ഒക്കെ വായിക്കുമ്പോൾ എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ഏക മനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വന്നു. എബ്രായത്തിലൊക്കെ വായിക്കുമ്പോൾ ഏക മനസ്സുള്ളവരായിരിപ്പീൻ, ഏക ചിന്തയോടെ ഇരിപ്പീൻ എന്നാണ് പറയുന്നത്. രണ്ടുപേർ ഐക്യമത്യപ്പെടുന്ന ഒരനുഭവം നമുക്കുണ്ടെങ്കിലേ നമുക്ക് ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയും. ഈ പ്രയർ ലൈനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം ഈ വർഷം പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ഈ വർഷത്തെ ആദ്യത്തെ പ്രയർ ലൈനിലെ പ്രാർത്ഥനാ ദിവസമാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങളെ തമ്മിൽ ഐക്യമത്യപ്പെടുത്തുവാൻ, ഒരു കോസിന് വേണ്ടി, ഒരു ലക്ഷ്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി ഇടിവ് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏക ചിന്ത ഉണ്ടാകാവൂ, കർത്താവിന്റെ നാമം മഹത്വപ്പെടണം. ശുശ്രൂഷകൾ നാം എന്ത് ചെയ്താലും, അത് പ്രസംഗിക്കുന്നതാകട്ടെ, പാട്ട് പാടുന്നതാകട്ടെ, പ്രാർത്ഥിക്കുന്നതാകട്ടെ, ഏറ്റവും ചെറിയ ലീസ്റ്റായിട്ടുള്ള ഒരു ജോലി നിങ്ങളുടെ സഭയിൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് സഭ ഹോൾ ക്ലീൻ ചെയ്യുമ്പോൾ പോലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി ഞാനിത് ചെയ്യുന്നു. അങ്ങനെ ഒരുമനപ്പെടുവാനായിട്ട് കഴിയുന്നു എങ്കിൽ മാത്രമേ കുടുംബം വിജയിക്കുകയുള്ളൂ, സഭ വിജയിക്കുകയുള്ളൂ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സഫലമായി തീരുകയുള്ളൂ. നാം വായിക്കുമ്പോൾ ഭവനത്തിൽ ഐക്യമത്യം ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഇവിടെ മുടന്തൽ സൗഖ്യം വരുവാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്രോസ് യോഹന്നാനും 9 മണി നേരത്തെ അവർ ഐക്യമത്യത്തോടുകൂടി പ്രാർത്ഥനയ്ക്കായിപ്പോയി. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക, മനസ്സുകൾ ഒരുമനപ്പെടുക. അങ്ങനെ മനസ്സുകൾ ഒരുമനപ്പെടുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നുള്ളൂ. അവിടെ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. കർത്താവിന്റെ പ്രാർത്ഥനയിലെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിൽ കർത്താവ് ഏറ്റവും കൂടുതൽ എംഫസിസ് ചെയ്യുന്നത്, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ ഇവരും തമ്മിൽ ഒന്നായി തീരണം. പ്രിയമുള്ളവരെ, പല വ്യക്തിത്വങ്ങളായിരിക്കുന്ന, പല സാഹചര്യങ്ങൾ ജനിച്ചു വളർന്ന നമുക്ക് ഒരുമനപ്പെടുവാൻ കഴിയുന്ന മേഖലകളുണ്ട്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായം സംവേദനം കൊണ്ടുവരാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെന്ന് വരാം. എന്നാൽ ഒരു ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളെ എല്ലാം വിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുമനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ 2017 നമ്മുടെ പ്രാർത്ഥന കൊണ്ട് വലിയ പ്രവർത്തികൾ ദൈവം വെളിപ്പെടുത്തും. അതിന് യാതൊരു സംശയമില്ല. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന യൂണിറ്റി ഇൻ പ്രയർ വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വായിക്കുക, അവർ 9 മണി നേരത്തെ പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. അവർക്കൊരു ഒരുക്കപ്പെട്ട പാദങ്ങൾ ഉണ്ടായിരുന്നു. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നാം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ അവരുടെ പാദങ്ങൾ ഒരുക്കപ്പെട്ടിരുന്നു. ഒരുമിച്ച് നടക്കുക, ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള
സന്നദ്ധത അവർക്കുണ്ടായിരുന്നു. പല ആളുകളും പള്ളിയിൽ പോകുന്നത് പോലെ ഇപ്പൊ പിന്നെ നമുക്ക് കാറുള്ളത് കൊണ്ട് അമേരിക്കയിലെ ഓരോരുത്തർ അവരുടെ വഴി കൂടെ കാറിലെടുത്തൊക്കെ പോകുന്നു. ഓക്കെ, പക്ഷെ നാട്ടിലൊക്കെ ആണെങ്കിലും ആളുകൾ എന്നാ പറയുന്നത്, നീ പോയിക്കോ ഞാൻ വന്നേക്കാം. സൺഡേ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ പോലും ഒരുമനപ്പെട്ട കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് ഒന്നിച്ച് നടന്നു പോകാനായിട്ട് കഴിയുന്നില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കാറുള്ള ആളുകൾ പോലും സൺഡേ സഭായോഗത്തിന് പോകുന്നത് കാറിലായിരുന്നില്ല. പ്രിയമുള്ളവർ, കാറിൽ പോകുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആ മനോഭാവങ്ങളിൽ വന്ന വ്യത്യാസമാണ്. കാരണം കാറിൽ നിങ്ങൾ പോകുന്നതോ ഞാൻ പോകുന്നതോ ഒന്നും തെറ്റാണെന്ന് പറയുന്നത്. ഞാനും ഇന്ന് രാവിലെ കാറിലാണ് ആരാധനയ്ക്ക് പോയി. 5 മിനിറ്റ് നേരം ദൂരത്തേക്ക് ആരാധനയ്ക്ക് പോകാൻ കാറിന് തന്നെയാണ് പോയി. നടക്കാൻ പറ്റിയില്ല, നടക്കാൻ പറ്റുന്ന സ്ഥലവുമല്ലല്ലോ. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരുക്കപ്പെട്ട പാദങ്ങൾ കർത്താവിന്റെ വെളുപ്പൻ നമ്മുടെ നാട്ടിൽ പോയാൽ രാവിലെ വെളുപ്പിനെ എറണാകുളത്ത് നിന്ന് ഡ്രൈവ് ചെയ്താൽ രാവിലെ ആദ്യം കാണുന്നത് കത്തോലിക്കരായ മനുഷ്യരെ അമ്മച്ചിമാര് നേതൃത്വം പതിച്ച് രാവിലെ പള്ളിയിൽ പോകുന്നവരെയാണ് കാണുന്നത്. അത് എത്ര മണിക്ക്? 5 മണി, 5:15, 5:30 ആകുമ്പോൾ അവരുടെ ഒന്നാമത്തെ കുർബാന ആരംഭിക്കും. പിന്നെ നമ്മൾ കുറെ കൂടെ അങ്ങോട്ട് ചെന്നാൽ മർത്തോമാക്കാരെ കാണും, പിന്നെ CSIക്കാരെ കാണും. ഒരു 10:30, 11 മണി കഴിയാതെ പെന്തിക്കോസുകാർ ഇറങ്ങത്തില്ല. പെന്തിക്കോസുകാരുടെ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് വന്ന ഏറ്റവും വലിയ പരാജയം തന്നെ അത് ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളതാണ്. നമുക്കൊരു ഡിസിപ്ലിൻ ഇല്ല. രാവിലെ എത്ര മണിക്കാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്? സൺഡേ എന്ന് പറയുന്നത് നമ്മൾ റെസ്റ്റിംഗ് ഡേ ആയിട്ടങ്ങ് മാറിയില്ല. റെസ്റ്റ് എടുത്തോ, ഞാൻ ഒരിക്കലും റെസ്റ്റിന് വിരോധമല്ല. പക്ഷേ ഒരു പഞ്ച്വാലിറ്റി ജീവിതത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ദൈവത്തിന് എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കാൻ കഴിയുന്നത്? പ്രിയമുള്ളവർ, ആരാധനയ്ക്ക് കടന്നു പോകുന്ന കാര്യത്തിലായാലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പഞ്ച്വാലിറ്റി നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വെറുതെ കിടന്ന് ഉറങ്ങുന്നവരായി തീരരുത്. അല്ലെങ്കിൽ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് എനിക്ക് ഉറക്കം ആവശ്യത്തിന് ലഭിച്ചിട്ടും വീണ്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്ന മനുഷ്യരായി നാം മാറരുത്. അപ്പോൾ 2 പേർ അവരെ ഒരുമനപ്പെട്ട് ഒരുക്കപ്പെട്ട പാദങ്ങളുമായി 9-ാം മണി നേരത്തെ അവർ പ്രാർത്ഥനയ്ക്കായിട്ട് പോവുകയാണ്. പ്രിയമുള്ള ഒരു യഹൂദൻ 3 പ്രാവശ്യമെങ്കിലും മിനിമം പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് പ്രാർത്ഥനാ സമയങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിഷ്കർഷിച്ച ദിവസങ്ങളുണ്ട്. ഇപ്പോഴും അവർ യഹൂദന്മാർ വിലാപമതിലിന്റെ അരികിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവർക്ക് പ്രത്യേക സമയമുണ്ട്. ആ ദിവസം അവർ ഫോട്ടോ എടുക്കാൻ പോലും അവരുടെ ശാബത്ത് ദിവസം വിലാപമതിലിന്റെ അരികിൽ നിന്ന് അതിനുള്ളിൽ ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഇത് പറഞ്ഞതിന് കാരണം പ്രാർത്ഥനയിലൂടെ ഒരു ഡിസിപ്ലിൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. പത്രോസ് യേശു വെള്ളത്തിൽ നടക്കുന്ന കണ്ടപ്പോൾ, ഗുരു നീ ആകുന്നുവെങ്കിൽ ഞാനും വരാം എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിത്തിരിക്കുവാൻ ഇടയാച്ചു. അതുകൊണ്ടാണ് പത്രോസിന് വെള്ളത്തിൽ നടക്കുവാൻ കഴിഞ്ഞത്. പത്രോസ് താണുപോയെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും പത്രോസ് വെള്ളത്തിൽ നടക്കുവാനുണ്ടായ കാരണം, കർത്താവ് നീ ആണെങ്കിൽ നിന്റെ കൂടെ വരുവാൻ ഞാൻ തയ്യാറാണ്. നടക്കുവാനായിട്ട് കാലുകൾ എടുത്തു വെക്കുവാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ നമ്മളിലൂടെ ദൈവം വലിയ പ്രവൃത്തി ചെയ്യും. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ സുവിശേഷത്തിനകത്ത് ഒരു അർജൻസി ഉണ്ട്. അർജൻസി ഓഫ് ദി ഗോസ്പൽ സുവിശേഷത്തിനകത്ത്. അതാണ് കർത്താവ് പറയുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിപ്പിൻ എന്ന് പറയുന്ന ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ ഭാഷകളിലൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു അർജൻസി ഉണ്ട്. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ലേസി മൈൻഡോടുകൂടി അല്ല നാം ചെയ്യേണ്ടത്. വളരെ അർജന്റായിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ്. വളരെ ഫാസ്റ്റായി ചെയ്യേണ്ട കാര്യം. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഒരു 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 മടിയനല്ല. ഒരു സ്ഥിരോത്സവമുള്ളവനായിരിക്കും. എപ്പോഴും സ്ഥിരമായി ഉത്സാഹമുള്ളവനായിരിക്കും ഒരു വിശ്വാസി എന്ന് പറയും. അപ്പോൾ ഞാൻ രണ്ടാമത് പറഞ്ഞത്, ഒന്ന് അതിലെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമോ, അതിലെ അവർ 2 പേരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടത്, യൂണിറ്റി ഇൻ പ്രയർ. രണ്ടാമത്തെ കാര്യം, ഒരുക്കപ്പെട്ട പാദങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, അതിലെ പത്രോസിനെയും യോഹന്നാനെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവരെന്ത് ചെയ്തു? ഒരു മനുഷ്യൻ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. ഹല്ലേലൂയ. ആ ശിഷ്യന്മാരാണെങ്കിൽ ഇതിനു മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ കുരുടനായ മനുഷ്യനെ കണ്ടപ്പോൾ ചോദിച്ചു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ ഇവൻ കുരുടനായി ജനിക്കുവാനുള്ള അതിന്റെ തിയോളജിക്കൽ റീസൺസ് അവർ നോക്കുന്നത്. ഹല്ലേലൂയ. അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന്. നമ്മൾ പലപ്പോഴും നമുക്ക് കരുണയുള്ള കണ്ണുകൾ നഷ്ടപ്പെടുകയാണ്. ശിഷ്യന്മാരെ പോലെ നമ്മൾ എല്ലാം ക്രിട്ടിക്കൽ മൈൻഡോടുകൂടിയാണ് നോക്കുന്നത്. ഏതൊരു വ്യക്തിയും, മലയാളിയോ പ്രത്യേകിച്ച് ഒരു വേറൊരു മലയാളിയോ ഉപദേശിയോ കണ്ടാല്, ഇപ്പൊ നമുക്ക് വാട്സപ്പും ഫോണും നെറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഏത് പാസ്റ്റർ എവിടെ പ്രസംഗിച്ചാലും ആ അടുത്ത മൊമെന്റിൽ തന്നെ ആ പ്രസംഗം വേണമെങ്കിൽ പിടിച്ചേച്ച് നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് ആ മനുഷ്യൻ പ്രവർത്തിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും
സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. അതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു ക്രിട്ടിക്കൽ മൈൻഡ് ആണ് നമുക്കുള്ളത്. ക്രിട്ടിക്കൽ മൈൻഡ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നല്ലതൊക്കെയാണ്. പക്ഷേ ആത്മീയ സ്പിരിച്വാലിറ്റിയിൽ ഒരു ക്രിട്ടിക്കൽ മൈൻഡിന്റെ ആവശ്യം നമുക്കുണ്ടോ എന്ന് വളരെയധികം ശ്രദ്ധിക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളെ കാണുമ്പോൾ വേറൊരു ദൃഷ്ടിയോടുകൂടി നമ്മൾ കാണുന്നു? കള്ളന്മാരും കള്ളനാണയങ്ങളും ധാരാളം ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനേക്കാൾ അപ്പുറമായി കരുണയുള്ള ഒരു കണ്ണ് നമുക്കുണ്ടാകണം. പാവപ്പെട്ടവന്റെ സങ്കടം കാണുവാൻ, കഷ്ടപ്പെടുന്നവന്റെ സങ്കടം കാണുവാൻ, അതിൽ വേദനിക്കുന്നവന്റെ സങ്കടം കാണുവാൻ, അതിൽ മുടന്തനായിരിക്കുന്നവന്റെ മുടന്തെ കാണുവാനായിട്ട് ഒരു കണ്ണ് നമുക്കുണ്ടാകും. മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു കണ്ണ് നമുക്കുണ്ടോ? അതോ നാം എല്ലാത്തിനെയും കാണുന്നത് വ്യത്യസ്തമായിട്ടാണോ? ഒരു മനുഷ്യരുടെ ആവശ്യങ്ങൾ കാണുവാനുള്ള ഒരു കണ്ണ് നമുക്കുണ്ടോ? മനുഷ്യന്റെ പ്രശ്നങ്ങളെ കണ്ട്, അവരുടെ ആവശ്യങ്ങളെ കണ്ട് അവരോട് മനസ്സലിവ് തോന്നുന്ന ഒരു ഹൃദയമുണ്ടോ? ഒരു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ അതിന് കല്ലായി മാറിപ്പോയോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്. പണ്ട് കാലത്തൊക്കെ ഞങ്ങളുടെ സഭകളിലൊക്കെ, ഞാൻ ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ വെള്ളിയാറ സഭയിലെ ഒരു മെമ്പറായിരുന്നു. ഞങ്ങളുടെ സഭയിലെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ സാക്ഷി പറയാൻ എഴുന്നേൽക്കുമ്പോൾ അവർ വളരെ കണ്ണുനീരോടുകൂടിയായിരുന്നു സാക്ഷികൾ പറയുന്നത്. ഇന്ന് മനുഷ്യനെ കണ്ണുനീരെന്ന് പറയുന്നത് മാനസാന്തരപ്പെടുമ്പോൾ പോലും ഒരു കണ്ണുനീര് ഒഴിയുമെന്നോ എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം ഹൃദയം കഠിനപ്പെട്ട ഒരവസ്ഥയിലാണ് ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ശിഷ്യന്മാരുടെ നോട്ടങ്ങൾ എപ്പോഴും വ്യത്യസ്തമാണ്. അവന്റെ പാപങ്ങളോ ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ കാരണം കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കേൾക്കുന്നത്. പക്ഷെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിന്റെ നോട്ടം എപ്പോഴും അവിടെയുള്ള ജനങ്ങളുടെ സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും അവരുടെ ആവശ്യങ്ങളിലേക്കുമായിരുന്നു കർത്താവ് അവരെ നോക്കിയത്. പ്രിയമുള്ളവരെ, നമുക്കങ്ങനെ നോക്കാൻ കഴിയും. ഞാൻ പലപ്പോഴും ഞങ്ങളുടെ സഭയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഞാൻ രാത്രിയിലൊക്കെ അവിടെ ഇറങ്ങി നടക്കുമ്പോൾ സ്ട്രീറ്റിൽ കിടക്കുന്ന ധാരാളം ആളുകളെ കാണാറുണ്ട്. ഒരു കമ്പിളി പോലും ഇല്ലാതെ കിടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പിളി പുതച്ച് കിടക്കുന്നവരുണ്ട്. ഞാനെപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് വേണ്ടി എന്തെനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് അവരെ ഏത് രീതിയിൽ സഹായിക്കാൻ കഴിയും? കർത്താവേ, ഇങ്ങനെ ഒരു പട്ടണത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ ഇതിങ്ങനെ കണ്ട് മനുഷ്യൻ റോഡിൽ കിടക്കുന്നതും നീചമായ രീതിയിൽ നടക്കുന്നതും അവരുടെ ഭക്ഷണ ശൈലികൾ വേസ്റ്റ് കൊട്ടകളിൽ നിന്ന് ഭക്ഷണം വാരി തിന്നുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ സാധാരണ സംഭവം. ഇത്രയും ജനങ്ങൾ ലോകത്തിലുണ്ട്, 130 കോടിയിലധികം ജനങ്ങൾ ഇന്ത്യയിലുണ്ട്, ബാംഗ്ലൂർ പട്ടണത്തിൽ കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്നു, അവരൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു, അതിപ്പോ എനിക്കെന്ത് ചെയ്യാൻ കഴിയും, എന്നെ കൊണ്ടൊന്നും സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പിന്മാറുകയാണ്. അവിടെയാണ് നമ്മൾക്ക് ഒരു കരുണയുള്ള കണ്ണ് ആവശ്യമായിരിക്കുന്നത്. പത്രോസും യോഹന്നാനും ഈ മുടന്തനായ മനുഷ്യനെ കണ്ടപ്പോൾ അവനെ നോക്കുവാനുള്ള ഒരു കരുണയുള്ള കണ്ണ് അവർക്കുണ്ടായി. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമായിരിക്കുന്നിടത്ത് നാം ലോകത്തിലുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നമുക്ക് കരുണയുള്ള കണ്ണുകൾ ഉണ്ടാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്തത് എന്താണെന്നറിയാമോ? അവർക്ക് അവരുടെ കാതുകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താ അത്? 5-ാം വാക്യം വായിക്കുമ്പോൾ, ശാന്തമായി അവനെ കേൾക്കുവാനായിട്ട് അവരുടെ ചെവികളെ തുറക്കുകയാണ്. മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എന്താ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത്? കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ കാര്യം, അതിനകത്ത് വലിയ ടെക്നിക്കുകളൊന്നും അല്ല. കേൾക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. കേൾവിയാണ് കൗൺസിലിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത്. വേറൊരുവൻ പറയുന്നത് കേൾക്കുവാനായിട്ട് നമുക്ക് മനസ്സുണ്ട്. നാം എപ്പോഴും കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മറുപടി പറയാൻ ആഗ്രഹിക്കും. ബൈബിൾ പറയുന്നു, നിങ്ങൾ കേൾക്കുവാൻ വേദയും പറയുവാൻ താമസമുള്ളവരായിരിക്കും കർത്താവിന്റെ വചനം പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ കേൾക്കുവാനായിട്ട് ഈ വർഷം കർത്താവ് എനിക്ക് അവസരം തരണമേ. അതിൽ ശാന്തമായി അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് എപ്പോഴും കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യുക? കർത്താവ് അവരോട് നിന്റെ പ്രശ്നം എന്താണ്, എനിക്കത് ചെയ്യുവാൻ കഴിയുമോ എന്ന് അവരോട് ചോദിക്കും. അപ്പോൾ കർത്താവിനോട് അവർ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്. ഉടനെ അത് കേൾക്കുവാൻ കർത്താവ് തയ്യാറായിരുന്നു. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ മറ്റുള്ളവരെ കേൾക്കുവാനായിട്ടുള്ള ഒരു ഹൃദയം ദൈവം എനിക്ക് തരണമേ, അതിലുള്ള ചെവി എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും നാം പറയുന്നത് എനിക്കൊന്നുമില്ല, എനിക്ക് എന്താ ഉണ്ട്, ഞാൻ എന്താ, എനിക്ക് ഉള്ളത്
ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്നോ കൊടുത്തു. ഞാൻ തമിഴ്നാട്ടിലെ ആളുകളുമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെയും അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിഹിത സഭകളിലുള്ള ആളുകളെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നാം വളരെയധികം നമ്മൾ കൊടുത്തിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് ദശാംശം പോലും നമ്മൾ കൊടുത്തിട്ടില്ലെന്നുള്ള സത്യം. നമ്മുടെ ആളുകൾ ഈ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നതും അതിലൊക്കെ വളരെ ചുരുങ്ങിയ കാര്യങ്ങളേ ഉള്ളൂ. നമുക്കുള്ള റിസോഴ്സസിൽ നിന്ന് അതിൽ സാക്രിഫിഷ്യലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനും കൊടുത്തിട്ടില്ല, നിങ്ങളും കൊടുത്തിട്ടില്ല. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവരെയാണ് പറയുന്നത്. സാക്രിഫിഷ്യലായിട്ട് നാം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഞാൻ നിങ്ങളോട് പറയാം, തമിഴ്നാട്ടിലെ FMBB എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. വടക്കേന്ത്യയിലും തെക്കേ ഇന്ത്യയിലുമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഓർഗനൈസേഷനിൽ ഏകദേശം 1500ഓളം മിഷണറിമാരുണ്ട്. ഫ്രണ്ട് മിഷണറി പ്രയർ ബാൻഡ് എന്നാണ് ആ ഓർഗനൈസേഷന്റെ പേര്. ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ തമിഴ്നാട്ടിൽ നിന്നാണ് അവർ ഫണ്ട് റേസ് ചെയ്യുന്നത്. 2 ചായ കുടിക്കുന്ന ആളുകൾ അവരുടെ ഒരു ചായയുടെ പണം മാറ്റിവെച്ച്, ഒരു ചായക്ക് ഇന്ത്യയിൽ ഇപ്പോൾ 10 രൂപയെങ്കിൽ കൊടുത്തേ കിട്ടുള്ളൂ, ഒരു ചായയുടെ പൈസ ഡെയിലി മാറ്റി വെച്ചിട്ട് അവർ എന്ത് ചെയ്യും? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആ പണം മാറ്റിവെക്കും. ഇന്നൊക്കെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മിഷൻ ഓർഗനൈസേഷനിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മിഷൻ ഓർഗനൈസേഷൻ തമിഴ്നാട്ടുകാരുടെ അല്ല, കേരളത്തുകാരുടെ അല്ല. കേരളത്തുകാർ പോയി വടക്കേന്ത്യയിൽ പോയി കുറെ വേലയൊക്കെ തുടങ്ങിയൊക്കെ ഉള്ളത് സത്യമാണെങ്കിലും ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ സ്വാധീനമായ പങ്ക് ഇന്ന് വഹിക്കുന്നത് ബ്ലെസ്സിംഗ് യൂത്ത് മിഷൻ, അതുപോലെ തന്നെ തിയോഡർ വില്യംസിന്റെ മിഷൻസ്, അതുപോലെ തന്നെ FMBB, പാട്രിക് ജോഷുവയുടെ മിഷൻസ്, അങ്ങനെ 100 അതിൽ മിഷണറിമാർ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ഏറ്റവും ടഫായ മേഖലകളിൽ, ഗുജറാത്തിന്റെ മേഖലകളിൽ, അതുപോലെ ബീഹാറിന്റെ വില്ലേജ് ഏരിയകളിൽ ഇതുവരെയും സുവിശേഷം ചെന്നിട്ടില്ലാത്ത ഇടങ്ങളിൽ ആയിരക്കണക്കിന് സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട് FMBB. നമ്മളൊക്കെ പറയുമായിരിക്കും അവരൊക്കെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മളുടെ വിലയിരുത്തൽ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. ഞാൻ പറയാൻ വന്നത്, അങ്ങനെയുള്ള ആളുകൾ അവരുടെ സാക്രിഫിഷ്യലായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, മാക്സ്വെൽ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നത്, സ്റ്റാർട്ട് ഹൂ യു ഹാവ് വേർ യു ആർ. നീ എവിടെയായിരിക്കുന്നു അവിടെ നിന്ന് നീ ആരംഭിക്കുക. സ്റ്റാർട്ട് വേർ യു ആർ. നീ എവിടെയായിരിക്കുന്നു അവിടെ നിന്ന് നീ നിന്റെ പ്രവർത്തനം ആരംഭിക്കുക. ദൈവത്തിന് അതാ വേണ്ടത്. എവിടെ? നമ്മളിപ്പോ ഒക്ലഹോമയിലാണോ, ഡാളസിലാണോ, ഹൂസ്റ്റണിലാണോ, അമേരിക്കയിലാണോ എന്നല്ല. സ്റ്റാർട്ട് വിത്ത് വേർ യു ആർ. എവിടെ നിങ്ങളായിരിക്കുന്നു. ഇതൊരു ചലഞ്ചായിട്ട് നിങ്ങൾ എടുക്കുക. 2017 ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുക. സ്റ്റാർട്ട് വിത്ത് വേർ യു ആർ. നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത്, എവിടെയാണോ നിങ്ങൾ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, യെരുശലേമിലും യഹൂദയിലും ശാമിലിയിലും ഭൂമിയിലറ്റത്തോളും എന്ന് പറഞ്ഞു. സ്റ്റാർട്ട് ഫ്രം ദ പ്ലേസ്. എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സാക്ഷ്യമുണ്ട്. 16-ാമത്തെ വയസ്സിൽ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന അയിരൂർ കിയാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയത്. അവിടെ നിന്ന് തുടങ്ങി സൈക്കിൾ ചവിട്ടി വില്ലേജുകളിലെ ഗ്രാമങ്ങൾ തോറും പോയി കേരളം മുഴുവൻ സൈക്കിൾ ചവിട്ടി പ്രസംഗിക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അതിനുശേഷം ആ ദൈവം എന്നെ ലോകത്തിലെ പല രാജ്യങ്ങളിലായിട്ട്, ഈ രാജ്യത്ത് വന്നും അനേക ഇടങ്ങളിൽ സാൻഡ്വിച്ച് ബോർഡ് ധരിച്ചുകൊണ്ട് പോയി പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നു. ഒത്തിരി ഓപ്പണിങ്ങുകൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്റെ ഓപ്പണിങ്ങിനെ കുറിച്ച് പറയാനല്ല. യു സ്റ്റാർട്ട് ഫ്രം വേർ യു ആർ. നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ നിന്ന് തുടങ്ങുക. ഹാസ് സ്റ്റാർട്ട് ഫ്രം യുവർ പ്ലേസ്. അതിൽ എത്രയോ നീടുള്ള മനുഷ്യർ നിങ്ങളുടെ ഇടയിലുണ്ട്. എത്രയോ ആവശ്യങ്ങളോടുകൂടെ കരുണയുടെ ആവശ്യമുള്ള മനുഷ്യരുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ പറ്റിച്ചോണ്ട് പോയ മനുഷ്യരുണ്ടാകാം. എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ നിർത്തിയല്ല. അല്ല, അവർ അത് ചെയ്യുന്നതിന്റെ കണക്ക് അവർ കൊടുക്കും. അതുകൊണ്ട് സ്റ്റാർട്ട് ഫ്രം വേർ യു ആർ. ഡു വാട്ട് യു ക്യാൻ. നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമോ അത് നീ ചെയ്യുക. അല്ലെങ്കിൽ അന്ന് കർത്താവ് ഒരിക്കലും ചോദിക്കുന്നില്ല നിന്നെ കൊണ്ട് കഴിയാത്ത കാര്യം ചെയ്യാനല്ല പറയുന്നത്. ഡു വാട്ട് യു ക്യാൻ. നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയുന്നോ അത് നീ ചെയ്യുവാനായിട്ട് തുടങ്ങുക. ഗിവ് വാട്ട് യു ഹാവ്. നിനക്ക് എന്തുണ്ട് അത് നീ കൊടുക്കുവാനായിട്ട് തുടങ്ങുക. യൂസ് വാട്ട് യു പൊസസ്. നാം പിടിച്ചു വെച്ചിരിക്കുന്നത് പലതും കൊടുക്കുവാനായിട്ട് തയ്യാറാകുക. ഇതാണ് മിഷനും മിനിസ്ട്രി എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും നമ്മളെ എപ്പോഴും ഗ്രാബ് ചെയ്ത് കൂട്ടി വെക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മക്കളൊക്കെ നമ്മളെക്കാളും ബുദ്ധിമാന്മാരും മിടുക്കരുത്. നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്ന് ഒരു കാലത്ത് വളരെയധികം പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നുപോയി ദൈവം നമ്മെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചു എങ്കിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിച്ച് ഇത്രയും നന്മ അനുഭവിക്കാൻ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് നല്ലത് കീപ്പ് ചെയ്യുവാൻ ദൈവം നമുക്ക് സഹായം
ചെയ്തു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തലമുറകൾക്ക് ദൈവം അത് കൊടുക്കും. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ദൈവം നമുക്ക് തന്നതിരിക്കുന്നതിനെ നാം യൂട്ടിലൈസ് ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിന് തരുവാനായിട്ട് കഴിയുള്ളൂ. വീണ്ടും ഹല്ലേലൂയ, കൊടുക്കുന്നവന് മാത്രമേ വീണ്ടും കിട്ടുന്നുള്ളൂ. കൊടുക്കുക എന്ന് പറയുന്നത് ഒരു കൃപയാണ്. ചിയർഫുൾ ഗിവറായിട്ട് തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. എന്തുമാകട്ടെ, ഏതുമാകട്ടെ, നമുക്ക് ഏറ്റവും വിലപ്പെട്ടതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടുവാനായിട്ട് പറ്റണം. അതാണ് ഹല്ലേലൂയ മറ്റുള്ളവരെ കേൾക്കുവാനുള്ള ഒരു കണ്ണ് ഹല്ലേലൂയ പത്രോസും യോഹന്നാനും ഉണ്ടായിരുന്നു. ആ മുടമനായ മനുഷ്യനോട് അവരെ സംസാരിക്കുവാനായിട്ട് അവിടെ പറയുന്നു, മുടമനായ മനുഷ്യന് ഗർഭം മുതൽ മുടമനായ മനുഷ്യനെ ചുമന്നുകൊണ്ട് വന്നു. ഹല്ലേലൂയ, അങ്ങനെ അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിക്കുവാൻ തക്കവണ്ണം സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസ് യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടി അവനെ ഉറ്റുനോക്കി എന്ന് പറയുന്നത് അല്ല, അവരുടെ ശ്രദ്ധ അവനിലേക്ക് പതിയുവാനിടയായി. എന്താണ് അവന്റെ പ്രശ്നങ്ങൾ എന്ന് അതിൽ നോക്കുവാനുള്ള ഒരു കണ്ണ് പത്രോസിനും യോഹന്നാനും ഉണ്ടായി. അടുത്തതായിട്ട് ഞാൻ പറയാം, അഞ്ചാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ഒരു ഷെയറിംഗ് ഹാർട്ട് അവർക്കുണ്ടായിരുന്നു. അതില്ല, ഒരു അവർക്കുള്ളത് നൽകുവാനായിട്ടുള്ള ഒരു മനസ്സ് അവർക്ക് ദൈവം നൽകി. നാം പറയുന്നത് എപ്പോഴും നമ്മൾ പറയുന്നത്, ഏത് മിഷൻ ഓർഗനൈസേഷൻ എടുത്ത്, TV പ്രോഗ്രാം എടുത്ത്, ക്രിസ്ത്യൻ ചാനലുകൾ എപ്പോഴും ചോദിക്കുക, പൈസ എന്ന് മാത്രം പറയാനേ അറിയത്തുള്ളൂ. ഗോഡ് ലവ്സ് ചിയർഫുൾ ഗിവർ എന്ന് നമുക്കറിയാം. അതിൽ എപ്പോഴുള്ളവര് നാം എന്ത് അതിൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്നുവോ അത് ഷെയറിംഗ് ഹാർട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനമായും നാം ഷെയർ ചെയ്യേണ്ടത് സുവിശേഷം തന്നെയാണ്. കർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുമ്പോൾ, തന്റെ ഏകയാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്താ നൽകൽ എന്ന് പറഞ്ഞാൽ അത് പണം നൽകുന്നത് മാത്രമാണെന്നാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. ഒരിക്കലും അല്ല. പണം നൽകുന്നതിനേക്കാൾ ഒക്കെ വിലപ്പെട്ടതാണ് പിതാവായ ദൈവം നമ്മോട് കാണിച്ച പുത്രനെ നൽകി. ഹല്ലേലൂയ, നമ്മെ തന്നെ ദൈവഹിതത്തിനായും ദൈവിക ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ നൽകൽ. ഒന്നാമത്തെ നൽകൽ എന്ന് പറയുന്നത് ഹല്ലേലൂയ, കൊടുക്കുക എന്ന് പറയുന്നത് എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി കൊടുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, എനിക്ക് നിങ്ങളോട് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഒരു സാക്ഷ്യം പറയാം. എൻ്റെ മകൻ എഞ്ചിനീയറിംഗ് പാസ്സായി വോഡാഫോണിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം മുഴുവൻ അവൻ കർത്തൃവേലയ്ക്കായി പോകണമെന്നാണ്. 25 വയസ്സുള്ള മകന് 20 വയസ്സായപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മകനെ നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നതാണ് ഞങ്ങൾക്ക് താല്പര്യം, ഞങ്ങൾ ബൈബിൾ പ്രസംഗിക്കുന്ന പാസ്റ്ററാണ്, അതുകൊണ്ട് അതിലെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുത്ത വഴി തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്ന് അവരോട് പറഞ്ഞു. അവൻ പറഞ്ഞു എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുവാൻ വിട്ടു. എഞ്ചിനീയറിംഗ് ഫിനിഷ് ചെയ്തു. വന്നു വോഡാഫോണിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. 2 വർഷം വർക്ക് ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ജോലി റിസൈൻ ചെയ്യാൻ തുടങ്ങി. ജോലി റിസൈൻ ചെയ്തിട്ട് അവൻ ശുശ്രൂഷയ്ക്കായി പോകാൻ തയ്യാറായപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവനെ പഠിപ്പിക്കുന്നത് സംബന്ധിച്ചുമൊക്കെ ചില ബാങ്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ ദൈവം തീർത്തു തരും. നിന്നെ ദൈവം വിളിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചു. അതിന് അയർലൻഡിൽ കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്യില്ലയോ. ഞാൻ പറയാനായിട്ട് മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. റഷ്യയിലേക്ക് ബൈബിളുകൾ വളരെ റിസ്ക് ഉള്ള കാര്യമാണ്. ബൈബിളുകൾ എത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ബൈബിളുകൾ എത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനിൽ അവർ വർക്ക് ചെയ്യുകയാണ്. ഞാൻ പറയാൻ വന്നത്, ഗിവിങ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മകനെ വിട്ടത് വലിയ കാര്യമൊന്നുമില്ല. പിതാവായ ദൈവം തന്റെ പുത്രനെ വിട്ടത് നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മകനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു വിട്ടു എന്ന് പറയുന്നത് വലിയ കാര്യം. പക്ഷെ ഗിവിങ് എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ തന്നെ കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതാണ് കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. രണ്ടാമത് നമുക്കുള്ളതിനെ പൗലോസ് പറയുമ്പോൾ, പുതിയ നിയമത്തിലെ 3 യാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പിന്നെ രണ്ടാമത് പറയുമ്പോൾ പറയുന്നു, നിങ്ങൾ സ്തോത്രം എന്ന യാഗം ദൈവത്തിന് അർപ്പിപ്പീൻ. മൂന്നാമത് പറയാണ്, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുമ്പോൾ പറയാണ്, നിങ്ങൾ കർത്തൃവേലയ്ക്കായി കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സമ്പത്ത് അത് ഒരു സൗരഭ്യവാസനയായി യാഗമായി തീരട്ടെ. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മെയും നമുക്കുള്ളതിനെയും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാനാണ്. അത് സമർപ്പിച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തിട്ട്
എന്നെ ദൈവം ഇതുവരെയും ഒരു രീതിയിൽ അനുഗ്രഹിച്ചില്ല, ഞാൻ നശിച്ചുപോയി, എനിക്കില്ലാതെ പോയി എന്ന് പറയുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ കർത്തൃവേലയ്ക്ക് വേണ്ടി കൊടുക്കാതെ ഇരുന്നിട്ട് അതിന്റെ ഞെരുക്കം അനുഭവിക്കുന്ന മനുഷ്യരെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും 2017 കർത്താവെ സാക്രിഫിഷ്യലായിട്ട് കൊടുക്കുവാൻ, അതായത് കർത്തൃവേലയ്ക്ക് വേണ്ടി ഒരു പങ്ക്. അതെന്താ നാം ചെയ്യുന്നത്? പ്രിയമുള്ള, ഒരു പണം കൊണ്ടൊന്നും ചെയ്യുന്ന കാര്യമല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്. പണം കൊണ്ടല്ല സുവിശേഷ വേല ചെയ്യുന്നത്. എന്നാൽ സുവിശേഷ വേലയ്ക്ക് പണം ആവശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അത് ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാണ്. പേഴ്സിക്യൂട്ടഡ് ചർച്ചസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഇന്തോനേഷ്യയിലെ ഒരു പാസ്റ്റർക്ക് വേണ്ടി ചെയ്യണം. ഫിലിപ്പീൻസിൽ എൻ്റെ ഒരു സ്നേഹിതൻ വർക്ക് ചെയ്യുന്നുണ്ട്, മിച്ച് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്തോ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവര് വേശ്യാവൃത്തി ചെയ്യുന്ന പെൺകുട്ടികളെ വേശ്യാവൃത്തിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു ഭവനം ആ മനുഷ്യനുണ്ട്. 10,000-കണക്കിന് ആളുകളെയാണ് കർത്താവിലേക്ക് ഒരു വർഷം അവർ മുഖാന്തരം കൊണ്ടുവരുന്നത്. അനേക ചെറുപ്പക്കാരെ ട്രെയിൻ ചെയ്ത് ഫിലിപ്പീൻസിൽ അയക്കുകയാണ്. ഫിലിപ്പീൻസിലെ ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള മേഖലകളുണ്ട്. ഇസ്ലാമിന്റെ പിടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളൊക്കെയാണ് ഈ രാജ്യങ്ങൾ. അവരൊക്കെ ലക്ഷ്യമിട്ടിരിക്കുന്ന രാജ്യങ്ങളാണ്. ക്രൈസ്തവരെന്ന നിലയിൽ, ക്രൈസ്തവ സഭ എന്ന നിലയിൽ നമുക്ക് അങ്ങനെയുള്ള രാജ്യങ്ങളെ കുറിച്ച് ഒരു ബേർഡൻ ഉണ്ടാകട്ടെ. ആഫ്രിക്കൻ രാജ്യങ്ങളെ കുറിച്ചൊരു ബേർഡൻ ഉണ്ടാകട്ടെ. ഇന്ത്യയെ കുറിച്ചൊരു ബേർഡൻ ഉണ്ടാകട്ടെ. നേപ്പാളിനെ കുറിച്ചൊരു ബേർഡൻ ഉണ്ടാകട്ടെ. ഭൂട്ടാനെ കുറിച്ചൊരു ബേർഡൻ ഉണ്ടാകട്ടെ. ലോക രാജ്യങ്ങളെ കുറിച്ചൊരു ബേർഡൻ ഉണ്ടാകട്ടെ. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള നമ്മുടെ രാജ്യത്തെ കുറിച്ചൊരു ബേർഡൻ ഉണ്ടാകട്ടെ. പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ബീഹാർ, UP, മധ്യപ്രദേശ്, ഉത്തരാഞ്ചല്, അരുണാചൽ പ്രദേശ്, പശ്ചിമ ബംഗാള്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തെളിച്ചു വരട്ടെ. ഇൻഫർമേഷൻ ലീഡ്സ് ടു ഇന്റർസെഷൻ, ഇന്റർസെഷൻ ലീഡ്സ് ടു ഇൻവോൾവ്മെന്റ് എന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ ആണ് നമ്മളെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നത്. അറിവ് നമ്മെ പ്രാർത്ഥനയിലും, പ്രാർത്ഥന നമ്മെ പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ ലീഡ്സ് ടു ഇന്റർസെഷൻ. ഒരു കാര്യം നാം കേൾക്കുമ്പോൾ അതിനുവേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം മൊർദെഖായിയുടെയും എസ്തേറിന്റെയും ഒക്കെ സ്റ്റോറി വായിക്കുമ്പോൾ അവരുടെ സ്ഥാനമാനങ്ങളെക്കാൾ അധികം അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ they put their head into the problem. അവരവരുടെ തല വെച്ചു കൊടുക്കുകയാണ്. അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്ന ഒരുവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. തന്റെ ക്രൂശ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ക്രൂശ് എടുക്കാനല്ല അത് പറഞ്ഞത്. അത് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ കാലഘട്ടത്തിൽ മരിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ടായി ഷീമോൻ കർത്താവിന്റെ ക്രൂശ് എടുത്തപ്പോൾ ഷീമോന്റെ മക്കൾ കിടന്ന് കരഞ്ഞെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്, ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത്. അവർ ഉച്ചത്തിൽ കരഞ്ഞു എന്ന് പറഞ്ഞാൽ യേശുവിനെ ക്രൂശിക്കുന്നതിനോടുകൂടെ ഷീമോനെയും ക്രൂശിക്കുമോ എന്ന് അവർക്ക് പേടിയായി പോയി. അതുപോലെ ഞാൻ പറയാൻ വന്നത് ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കുക. കർത്താവ് പറഞ്ഞു അത് ക്രൂശ് എടുക്കുവാനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ക്രൂശ് ഇല്ല. പഴയ നിയമത്തിൽ ക്രൂശിന്റെ കോൺസെപ്റ്റ് ഇല്ല. കാരണം ക്രൂശ് എന്ന് പറയുന്നത് ഒരിക്കലും പഴയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ ഇല്ല. റോമാക്കാർ ആളുകളെ കൊല്ലുവാൻ കണ്ടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും നീചമായ രീതിയിൽ കൊല്ലുവാൻ കണ്ടുപിടിച്ച ഒരു രീതിയായിരുന്നു റോമൻ സാമ്രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ ക്രൂസിൽ തറച്ച് കൊല്ലുക എന്ന് പറയുന്നത്. ഏകദേശം ദിവസങ്ങളോളം കിടക്കുന്ന അതിനീചമായ ഒരു മരണമാണ്. പഴയ നിയമത്തിൽ ആകെ ക്രൂസിനെ കുറിച്ച് ഉള്ള പ്രതിപാദ്യം എന്ന് പറയുന്നത് ക്രോസ് എന്ന നിലയിൽ പറഞ്ഞിട്ടില്ല. അവിടെ പറയുന്നത് മരത്തിൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ എന്നുള്ള ഒരൊറ്റ വാചകത്തിൽ മാത്രമേ പഴയ നിയമത്തിൽ ക്രോസുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവാണ് ആദ്യം പറഞ്ഞത് ക്രോസ് എടുക്കുന്നതിനെ കുറിച്ച്, കുരിശെടുക്കുന്നതിനെ കുറിച്ച്. കുരിശ് എന്താണ് നമ്മെ കാണിക്കുന്നത്? മരണമാണ് കാണിക്കുന്നത്, വേറെ ഒന്നുമല്ല. ക്രോസ് ചിലർ പറയാറുണ്ട് കർത്താവ് തന്ന കുരിശാ തന്റെ ഭാര്യയെന്ന്. ഭാര്യയും മക്കളും ഒന്നും കുരിശല്ല, സഭയൊന്നും കുരിശല്ല. കുരിശെന്ന് പറയുന്നത് നിങ്ങൾ കർത്താവിന് വേണ്ടി മരിക്കുവാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ കാര്യം കർത്താവ് ചോദിക്കുന്നത്. നമ്മൾ ഏറ്റവും വലുതായി കാണുന്നത് നമ്മുടെ ജീവനെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അതിൽ ഒരു പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിൽ ജീവൻ കളയേണ്ടി വരുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ, പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ വന്നാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി ചാകാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നു എന്നല്ലാതെ പറഞ്ഞില്ല. ആരായാലും മരണം ജീവനെ പേടിയുള്ളതുകൊണ്ട് ആരെങ്കിലും കൊല്ലുവാനോ തല്ലുവാനോ നമ്മൾ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കും. പക്ഷെ നമ്മളുടെ ആ ഹൃദയത്തിന്റെ വാഞ്ച എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്നത്. ക്രൂശ് ഹല്ലേലൂയ നമ്മുടെ മുമ്പിൽ തന്നിരിക്കുകയാണ്. മരണം വരിക്കേണ്ടി വന്നാലും കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും എന്ന് പറയുവാനായിട്ടുള്ള ആർജവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അടുത്തതായിട്ട് അവരുടെ വാക്കുകൾ ആ മുടന്തനെ ഹല്ലേലൂയ
ബലപ്പെടുത്തുന്നതായിരുന്നു. നെഗറ്റീവായിട്ടുള്ള നാക്കായിരുന്നില്ല. എൻകറേജിങ് ടങ് അവർക്കുണ്ടായിരുന്നു. അവർ രണ്ടുപേരും എന്താ മുടന്തനോട് പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾക്ക് തരുവാനായിട്ട് നിനക്ക് ഒന്നുമില്ല, പിന്നെ ഞങ്ങൾ യേശുവിന്റെ നാമം നിങ്ങൾക്ക് നൽകിയ. അവരുടെ നാവുകളിൽ നിന്ന് വന്ന വാക്കുകൾ അവനെ എൻകറേജ് ചെയ്യുന്നതായിരിക്കുന്നു. ഞങ്ങളുടെ കയ്യിൽ മറ്റ് സ്വർണവും വെള്ളിയും പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുവാൻ ഞങ്ങൾ സന്നദ്ധമാണ്. അതെന്താണ്? യേശുവിന്റെ നാമമാണ്. അവരുടെ ആ നല്ല വാക്കുകൾ അവരെ ഉത്സാഹിപ്പിക്കുകയാണ്. അവന്റെ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ വിത്തുകളെ വിതയ്ക്കുകയാണ് അവരുടെ നല്ല വാക്കുകൾ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, തളർന്നിരിക്കുന്നവനെ വാക്കുകൾ കൊണ്ട് താങ്ങേണ്ടതിന് രാവിലെ തോറും അവൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ് നൽകുന്നു. പ്രിയമുള്ളവരെ, ക്ഷീണിച്ചിരിക്കുന്ന, വേദനയോടെ ഇരിക്കുന്ന, സങ്കടത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടതെന്താ? ആശ്വാസത്തിന്റെ ഒരു വാക്കാണ്. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ അവർക്ക് ആരും അവരെ കരുതുന്നില്ല എന്ന് കണ്ടാൽ, ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ, അങ്ങനെയുള്ളവരെ ശ്രദ്ധിപ്പാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ധന്യരായി തീരും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ എൻകറേജിങ് ടങ് നമ്മൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ നമുക്ക് അനേകരെ മോട്ടിവേറ്റ് ചെയ്യുവാനായിട്ട് കഴിയും. അനേകരോട് കർത്താവിന്റെ വേലയുടെ പങ്കാളിത്തത്തെ കുറിച്ച് പറയാം. ബ്രദറെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്രദറെ എന്ന് പറയുമ്പോൾ അത് അവരുടെ ഉള്ളിൽ എന്തോ ഒരു സന്തോഷമാണെന്നറിയാം. ഞാൻ ഇന്നും എൻ്റെ മിഷൻ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ രാവിലെ വിളിച്ചു. അവരെ വിളിക്കുന്ന എന്നെ തിരിച്ചു വിളിക്കുന്നത്, എനിക്ക് വളരെ പ്രായവും കൂടിയ മനുഷ്യനൊന്നുമല്ല, 54 വയസ്സേ ഉള്ളൂ. എന്നെ വിളിക്കുന്നത് അയ്യ അയ്യ എന്നാണ്, പിതാവിൽ നിന്നാണ്. അയ്യ എന്ന് വിളിച്ചാൽ ഫാദർ എന്ന അർത്ഥത്തിലാണ് വിളിക്കുന്നത്. അവരുടെ ആ വില്ലേജിൽ നിന്നുള്ള മനുഷ്യരെ, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ സ്നേഹം, അയ്യ 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 എന്നത് ഞാൻ പറയാൻ വന്നത്. നമ്മളെ ആ വിളിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിനൊരു ആശ്വാസം ലഭിക്കുകയാണ്, അവർക്കൊരു സന്തോഷം ലഭിക്കുകയാണ്. ഞാൻ അവരെ ഓർക്കുന്നല്ലോ, അവർക്ക് വേണ്ടി കരുതുന്നല്ലോ എന്നുള്ള അവരുടെ ചിന്ത. ഞാൻ ആകെ അവർക്ക് കൊടുക്കുന്നത് 2000-3000 രൂപയാണ് മാസം കൊടുക്കുന്നത് അവരുടെ സപ്പോർട്ടിന് വേണ്ടി. ഈ 2000-3000 രൂപ കൊണ്ടൊന്നും അവർക്ക് ജീവിക്കാൻ പറ്റത്തൊന്നുമില്ല, എനിക്ക് നന്നായി അറിയാം. അവർ അങ്ങനെ 2 ഓർഗനൈസേഷന് മേടിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അതിന് വഴക്ക് കൂടത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കൊടുക്കുന്ന 2000-3000 രൂപ കൊണ്ട് ഒരു കുടുംബത്തെ പോയിട്ട് ഇന്ത്യയിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അത്രേ ചെയ്യുവാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അവരെ വിളിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അവരോട് പറയുമ്പോൾ, അവരുടെ വില്ലേജിൽ നിന്ന് പോയി അവരോട് കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ, അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവർക്കൊരു എൻകറേജ്മെന്റ് ഉണ്ടാകുക. ഒരു മിഷൻ ഓർഗനൈസേഷന്റെ ലീഡർഷിപ്പിന് ഉണ്ടായിരിക്കേണ്ടത്. എനിക്ക് പലപ്പോഴും നമ്മുടെ മിഷൻ ഓർഗനൈസേഷൻ വല്യപ്പച്ചന്റെ കാലത്ത് തുടങ്ങി, ആ വല്യപ്പച്ചൻ തന്നെ ഇപ്പോഴും പ്രസിഡന്റ് ആയിരിക്കുക, ആ പുള്ളി ഒപ്പിട്ടേലെ. അതുകൊണ്ടാണ് പല നമ്മളെ അഡ്വാൻസ്ഡ് മിഷൻ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന നമ്മുടെ സംഘടനകൾ പോലും, ഏറ്റവും നല്ലതെന്ന് നമ്മൾ ചിന്തിക്കുന്ന ലീഡർഷിപ്പിലുള്ള നമ്മുടെ സംഘടനകൾക്ക് പോലും ഈ തരം വീഴ്ചകളുണ്ട്. എന്നാൽ ഞാൻ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇതുകൊണ്ട് പറയും. ആർ സ്റ്റാൻലി എന്ന് പറയുന്ന മനുഷ്യൻ നടത്തുന്ന ഓർഗനൈസേഷൻ, അദ്ദേഹം 10-30 വർഷം അതിന്റെ ലീഡർഷിപ്പ് വഹിച്ചു. അദ്ദേഹം മാറി നിന്നിട്ട് സെക്കൻഡ് ലീഡർഷിപ്പിന് അത് കൈമാറിക്കൊടുത്തു. പ്രിയമുള്ളവരെ, ഒരു ലീഡർഷിപ്പ് ചേഞ്ച് വരുത്തി ആ ലീഡർഷിപ്പിലേക്ക് കാര്യങ്ങളെ വിട്ടുകൊടുക്കുവാൻ കഴിയുന്ന ഒരു വിശാല മനസ്സ് നമുക്കുണ്ടാകണം. ഞാൻ എൻകറേജിങ് ടങ്, സഹോദരൻ നിന്നെ ദൈവം ഉപയോഗിക്കും, നിനക്കതിന് കഴിയും, ദൈവത്തിന്റെ വലിയ പ്രവർത്തി നിന്റെ ജീവിതത്തിലുണ്ടാകും എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹം. അടുത്തതായിട്ട് ആ മുടന്തനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുകയാണെന്നറിയാമോ? അവനെ സഹായിക്കുക. എങ്ങനെ സഹായിക്കുന്നത്? ഹെൽപ്പിംഗ് ഹാൻഡ്. അവരുടെ കൈ നീട്ടി അവരെ എഴുന്നേൽപ്പിക്കുക. എഴുന്നേൽക്കാൻ സ്വയം ശക്തിയില്ലാത്ത ഒരു മനുഷ്യനെ അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുക, അതൊരു മോട്ടിവേഷനാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളുടെ സഭകളിലൊക്കെ പ്രസ്ഥാനങ്ങളിലൊക്കെ അതിൽ കഴിവുള്ള ആളുകൾ ഉണ്ടായിട്ട് അവരാരും പുറത്ത് അറിയത്തില്ല. ഈ പൊളിറ്റിക്സ് കളിക്കുന്ന ആളുകളെ മാത്രമേ നമുക്കറിയത്തുള്ളൂ. എത്രയോ പാവപ്പെട്ട മനുഷ്യരെ, എത്രയോ നന്നായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും സൈക്കിളോ കാൽനടയായിട്ടോ വേറെ സഞ്ജീവദേശിയായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അവരെ കുറിച്ച് തന്നെ പറയുന്നത്, ആയാലും വലിയ മെടുക്കനും അല്ല, അമേരിക്കയിലും പേർഷ്യയിലും ലോകം എല്ലായിടവും പോയി കുറെ കാശ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കാറും വീടും മേടിച്ച് അതിൽ മക്കൾക്ക് വേണ്ടി വലിയ കരുതലുകളൊക്കെ ചെയ്തു വെക്കുന്ന ആളുകളെയാണ് നമ്മൾ അറിയുന്നുള്ളൂ. എന്നാൽ എത്രയോ പാവപ്പെട്ട ആളുകൾ, എത്രയോ സുവിശേഷ പ്രവർത്തകർ വളരെ പീഡനങ്ങളിലും കഷ്ടങ്ങളിലും സൈക്കിൾ ചവിട്ടിയും ബുദ്ധിമുട്ടുകയും കർത്താവിന്റെ പേര് ചെയ്യുന്ന മനുഷ്യരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരെ എല്ലാം ഓർമ്മ, നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്, അവർക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ളൊരു ശക്തി അതിൽ കൊടുക്കുവാനായിട്ട് കഴിയട്ടെ. യെരുശലേമിലെ സഭ പൗലോസ്ലീഹ മാനസാന്തരപ്പെട്ട് വന്നപ്പോൾ പൗലോസ്ലീഹായ സംശയദൃഷ്ടിയോടുകൂടി മറ്റുള്ളവർ നോക്കി നിൽക്കുമ്പോൾ യെരുശലേമിലെ സഭ എന്താ ചെയ്തതെന്നറിയാമോ? പൗലോസിനെ അവസരം നൽകി സഭയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിൽ തുറന്നു കൊടുത്തു.
പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, ഞാനായിട്ട് ഇപ്പൊ ആരെ സഹായിക്കാനും പോകുന്നില്ല, ആരും നന്നാക്കാനും പോകുന്നില്ല എന്നതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. അത് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കുക, അത് കഴിവുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അവർക്ക് ശുശ്രൂഷയ്ക്ക് അവസരങ്ങൾ നൽകുവാൻ നമുക്ക് മനസ്സുണ്ടാകട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ശക്തീകരിപ്പാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ കുറിച്ചായി. നമ്മുടെ ജീവിതത്തിൽ മിറക്കിൾസ് ഉണ്ടാകണമോ? ഈ 7 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പത്രോസും യോഹന്നാനും ഹല്ലേലൂയ അവർ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അവർ ഒരുമനപ്പെട്ടു പോയി. യൂണിറ്റി ഇൻ പ്രയർ, യൂണിറ്റി ഇൻ മിനിസ്ട്രി. അതാണ് കർത്താവ്. നമ്മൾ ഈ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പെർസിക്യൂട്ടഡ് ചർച്ചസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നാം പ്രാർത്ഥിക്കണം, കർത്താവെ സഭയ്ക്കകത്ത് ഒരു ഐക്യതയുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സഭ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളാണത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുമനപ്പെടുത്തണമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഏക ചിന്തയുള്ളതായിരിക്കണമേ, ഒരേ ഒരു ലക്ഷ്യമേ ഞങ്ങൾക്കുണ്ടാകാവൂ കർത്താവേ. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ രാജ്യം ഞങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം ലോകമെമ്പാടുമുള്ള സഭകൾക്ക് അതൊരു ശക്തിയായി മാറുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ഒരുക്കപ്പെട്ട പാദങ്ങൾ ഉണ്ടാകട്ടെ. പിന്നെ സുവിശേഷത്തിനായി എത്രയോ വാതിലുകൾ തുറന്നു കിടക്കുന്നു. ഇന്ത്യയിലായാലും മറ്റു രാജ്യങ്ങളിലായാലും ഈ രാജ്യത്ത് തന്നെ എത്രയോ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർ നമ്മളെ സൂ ചെയ്യുമോ എന്ന് പേടിച്ച് ഇവിടുത്തൊക്കെ പറഞ്ഞു വരത്തിയിരിക്കുക. അയ്യോ, നമ്മൾ പറഞ്ഞാൽ സൂ ചെയ്യും. അങ്ങനെ ഒന്നുമല്ല പ്രിയമുള്ളവരെ, ആരും ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾക്ക് ബി എ വിറ്റ്നസ്, ഒന്നും പഠിക്കേണ്ട, ആന്ത്രപ്പോളജി അറിയണ്ട, സോറ്റീരിയോളജി അറിയണ്ട, ന്യൂമട്രോളജി അറിയണ്ട. പക്ഷെ നഷ്ടപ്പെടുന്നു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ബേർഡൻ ഉണ്ടെങ്കിൽ, ഒരുക്കപ്പെട്ട പാദങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിനായി നിങ്ങൾ സമർപ്പിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഉപയോഗിക്കും. ഒറ്റ മിനിറ്റിൽ സുവിശേഷം പറയുന്ന വളരെ ലളിതമായ രീതിയുണ്ട്. അത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ ആരായിരുന്നു, ഞാൻ ഇപ്പോൾ എന്തായിരിക്കുന്നു, ഇത് പറയുന്നതാണ് വിറ്റ്നസിങ് എന്ന് പറയുന്നത്. അല്ലാതെ വേദോത്സവം മുഴുവൻ പഠിച്ചിട്ട് ട്രിനിറ്റി ഉണ്ടെന്നും ട്രിനിറ്റി ഇങ്ങനെയാണ് ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതെന്നും ട്രിനിറ്റി അതാണെന്നും ഒന്നും അല്ല പറയുന്നത്. ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ എങ്ങനെയായിരുന്നു? ഞാൻ പാപിയായിരുന്നു, എനിക്ക് സമാധാനമില്ലാത്ത വ്യക്തിയായിരുന്നു, യേശുവിനെ അറിയുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. യേശുവിന്റെ അരികിലേക്ക് വന്നപ്പോൾ ഐ എക്സ്പീരിയൻസ് എ ഡിഫറെന്റ് ലൈഫ്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്കൊരു വ്യത്യസ്തത ഉണ്ടായി. ഇത് പറയുന്നതാണ് സുവിശേഷം. ശബരിയക്കാലത്ത് സ്ത്രീയുടെ അരികിൽ കടന്നു നിന്നപ്പോൾ യേശു ചോദിച്ചു, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചേ. നാച്ചുറൽ ഒരു ഇൻസിഡന്റ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. പക്ഷെ ആ വെള്ളം വേണമെന്ന് ചോദിക്കുന്ന ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ സുവിശേഷം പ്രസന്റ് ചെയ്ത, അല്ലെങ്കിൽ സത്യദൈവത്തിലേക്ക് ഒരു വ്യക്തിയെ നയിച്ച രീതിയാണ് ഈ പേഴ്സണൽ വിറ്റ്നസിംഗ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അത് വളരെ ലളിതമായ ഒരു രീതിയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അത് ചെയ്യുവാനായിട്ട് കഴിയും. ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് എടുക്കാൻ പോകുന്നിടത്ത് ഈ പേഴ്സണൽ ഇവാഞ്ചലിസത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്ന ക്ലാസ്സുകൾ ഞങ്ങൾക്കോട്ടെ. അതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് നിങ്ങൾ മരിച്ചാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിലൂടെയാണ് സുവിശേഷത്തിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ ദൈവസ്വർഗത്തിൽ കൊണ്ടുപോകുമോ? കൊണ്ടുപോകാനുള്ള കാരണം എന്താണെന്ന് അവരോട് ചോദിക്കും. അപ്പോൾ അവർ പല റീസൺസ് പറയും. അപ്പോൾ നമ്മൾ പറയേ, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം എന്ന് പറയാം. അങ്ങനെ വളരെ ലളിതമായ ഒത്തിരി രീതികളുണ്ട് ഇവാഞ്ചലിസത്തില്. ഹല്ലേലൂയ, അതൊക്കെ നമ്മൾ പഠിക്കുകയും അതിനനുസൃതമായി വളരെ ലളിതമായ രീതിയിൽ ആളുകളോട് സുവിശേഷം പങ്കുചെയ്യാൻ ഉള്ള ഒരുക്കപ്പെട്ട പാദങ്ങൾ ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ. കരുണയുള്ള കണ്ണുകൾ നമുക്കുണ്ടാകണം. നമ്മൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കേൾക്കുവാനുള്ള ചെവി നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനുള്ള ഹൃദയം ദൈവം നമുക്ക് നൽകട്ടെ. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവരെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകട്ടെ. നമ്മുടെ പേര് മുമ്പിൽ നിൽക്കണമെന്നും ഞാൻ ലീഡറായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ മിറക്കിൾസ് ഉണ്ടാകും. ഈ വർഷം 2017 ഐ ബിലീവ് ദാറ്റ് ലോട്ട് ഓഫ് മിറക്കിൾസ് വിൽ ഹാപ്പൻ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ അനേക അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നടക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സൊന്നാകട്ടെ, നമ്മുടെ പാദങ്ങളൊന്നാകട്ടെ, നമ്മുടെ ഹൃദയങ്ങളൊന്നാകട്ടെ, നമ്മളെ മറ്റുള്ളവരെ കരുതുന്ന കണ്ണ് നമുക്കുണ്ടാകട്ടെ, മറ്റുള്ളവരെ കേൾക്കുന്ന ചെവി നമുക്കുണ്ടാകട്ടെ, സുവിശേഷത്തിന്റെ പ്രവർത്തനത്തിനായി ഒരുക്കപ്പെടുന്ന പാദങ്ങൾ നമുക്കുണ്ടാകട്ടെ. ഒരു മിനിറ്റ് നമുക്കിത് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്ന് വൈകിട്ട് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ലോകമെമ്പാടുമുള്ള ഇന്തോനേഷ്യയിലും
ഹല്ലേലൂയ കർത്താവേ നൈജീരിയയിലും ഹല്ലേലൂയ മറ്റ് ഇസ്ലാമിക് കൺട്രികളിലും ഒക്കെ ഹല്ലേലൂയ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച് ഞങ്ങൾ കേൾക്കുന്നുണ്ടോ? അവിടെയുള്ള മക്കളെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് ബ്രൂണായി എന്ന് പറയുന്ന രാജ്യത്തേക്ക് ക്രിസ്മസിന്റെ ഗ്രീറ്റിംഗ്സ് അയക്കുന്നവർക്ക് 5 വർഷം കഠിന ശിക്ഷ നൽകുമെന്ന് അവിടുത്തെ രാജാവ് പ്രഖ്യാപിച്ചല്ലോ. ആ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശു കർത്താവ് ജനിച്ചു എന്നുള്ള ആ വാർത്ത പ്രചരിക്കുകയോ ഗ്രീറ്റ് ചെയ്യുകയോ ചെയ്താൽ 5 വർഷം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്ന് അവിടുത്തെ കർത്താവേ അവിടുത്തെ രാജാവ് പറഞ്ഞു. അങ്ങനെ ആ രാജ്യത്തെ പാർക്കുന്ന ഞങ്ങളെ ക്രൈസ്തവരായ വിശ്വാസികളായ ദൈവമക്കളുണ്ടല്ലോ, അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർക്ക് ഒരു വാക്കിൽ പോലും യേശു ജനിച്ചു എന്ന് പോലും പറയുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ജനത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അവിടെയുള്ള ഞങ്ങളുടെ ക്രൈസ്തവരായ ദൈവമക്കളായ ആളുകൾ അനുഭവിക്കുന്ന പീഡനത്തെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇന്ന് രാത്രി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ. അവിടുത്തെ രാജാവിനോട് ഹൃദയത്തെ അല്ലെങ്കിൽ ദൈവയോടെ മനുഷ്യർക്ക് കടന്നു ചെല്ലുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ കർത്താവ് ലോകത്തിലെ ഏറ്റവും റിച്ചായിട്ടുള്ള രാജാവ് എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ അതിന്റെ ഹൃദയത്തിൽ ദൈവമേ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. ഈ ഞങ്ങൾ ജീവിക്കുന്ന ഈ തലമുറയിൽ തന്നെ കർത്താവ് പല രാജ്യങ്ങളിലുമുള്ള ആ സാത്താന്യ ശക്തിയുടെ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കണമേ. വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യണമേ. കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രപ്പെടുത്തി ഏകമനസ്സുള്ളവരായി കർത്താവിന്റെ വേലയിൽ പങ്കാളിയാകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഒരുക്കപ്പെട്ട കാതുകൾ ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യരുടെ പ്രശ്നങ്ങളെ കാണുവാനുള്ള കണ്ണുകൾ ഞങ്ങൾക്ക് നൽകണമേ. അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുവാനുള്ള ചെവി ഞങ്ങൾക്ക് നൽകണമേ. സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിക്കുവാനുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്കുള്ളതിനെയും കർത്താവിന് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കുള്ളതിനെ എല്ലാം കർത്താവിനായി സമർപ്പിക്കുന്ന ഒരു വർഷമാക്കി തീർക്കണമേ. ഞാൻ എന്ത് തിന്നാലും കുടിച്ചാലും ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ ഈ വർഷം ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ലോകലോകമായിൽ നിന്ന് പെട്ടിക്കൊണ്ട് ചർച്ചസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെയും ദൈവമക്കളെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഈ ഫോണിന്റെ ശബ്ദത്തിലൂടെ അവിടെ ഇവിടങ്ങളായിരുന്നു വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ ശുശ്രൂഷയ്ക്കായി, പുതിയ അനുഭവങ്ങൾക്കായി, പുതിയ കർത്താവെ അത്ഭുതങ്ങൾക്കായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കാത്തിരിക്കുന്നു. ദൈവം അതെല്ലാം ഈ വർഷം ഞങ്ങളിലൂടെ ചെയ്യണമേ. കർത്താവ് നന്മയുടെ വർഷമാക്കി തീർക്കണമേ. അനേക ആത്മാക്കളെ സ്വർഗ്ഗരാജ്യത്തിൽ കാഴ്ചവെക്കുന്ന വർഷമാക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവിൻ നേട്ടങ്ങളെക്കാൾ ഉപരി സുവിശേഷത്തിന്റെ വ്യാപ്തി, ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ ഉപരി സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി കഠിനാധ്വാനം ചെയ്യുവാൻ ഉള്ള ബലവും ശക്തിയും തരണമേ. ഞങ്ങളുടെ കർത്താവ് റിസോഴ്സസ് മുഴുവൻ ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായി ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണം. ആത്മാക്കളെ നൽകുന്ന വർഷമാക്കി തീർക്കണമേ. അത് അനേക രാജ്യങ്ങൾ ഉണർവുണ്ടാകുന്ന വർഷമാക്കി തീർക്കണമേ. വിവിധ രാജ്യങ്ങളിൽ കർത്താവേ സുവിശേഷം മുഖാന്തരം പീഡിപ്പിക്കപ്പെടുന്ന മാനസികമായ പീഡനങ്ങളെ, ശാരീരികമായ പീഡനങ്ങളെ ഒക്കെ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അവരെ എല്ലാം ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവിന്റെ വചനത്തിന്റെ സാക്ഷിയായി നിലകൊള്ളുവാൻ ഇടയാകണമേ. കർത്താവ് കുടുംബങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യമില്ലാതെ ഇന്ത്യയിൽ തന്നെ ഞങ്ങൾ അറിയുന്ന എത്രയോ പ്രിയപ്പെട്ടവർ